കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് ഉഴലുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. പാർട്ടി രൂപീകരിച്ചതിന് ശേഷം CPM എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം സമാനതകളില്ലാത്ത ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് CPM മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ 10 വർഷം അധികാരത്തിലിരുന്ന പാർട്ടി ഇത്ര ദയനീയമായ ഒരു പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാലക്കാട്, തൃശൂർ ജില്ലകൾ കൂടി സഹായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒറ്റയക്കത്തിലേക്ക് CPM-ന്റെ MLA-മാർ എത്തുമായിരുന്നു. അതിനോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും അടക്കം വലിയ വിമർശനമാണ് വരുന്നത്. പാർട്ടിയുടെ ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് വാഴ്ത്തുപാട്ട് പാടി തിരുവാതിരക്കളി നടത്താൻ സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ വരെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്നും KK ശൈലജയെ പോലെയുള്ള ആളുകൾ, P ജയരാജനെ പോലുള്ള ആളുകൾ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കടന്നു വരണമെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും വകവെച്ചു കൊടുക്കാതെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും തുടരുകയാണ്. CPM-നെ സംബന്ധിച്ചിട്ട് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തള്ളിക്കളയാൻ കഴിയുമോ? ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നുമില്ല. പരാജയത്തിൽ നിന്ന് ഇനി ഒരു വിജയത്തിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ എന്ന് വെച്ചാൽ MV ഗോവിന്ദനും പിണറായി വിജയനും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം പറയേണ്ടി വരാൻ. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം, അതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, ഈ രണ്ട് പരാജയങ്ങളും എന്തുകൊണ്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് വലിയ പരാജയങ്ങൾ, അതും ചെറിയ പരാജയമല്ല, രണ്ട് വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടും CPM-ൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിണറായി വിജയന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്ന അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ്, ഞാനല്ലാതെ മറ്റാര് എന്ന അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത്. വീട്ടിൽ നിന്ന് പോലും എനിക്ക് വിമർശനം ഉണ്ടായി, എന്നാലും ഞാൻ മാറില്ല എന്ന അതേ ലൈൻ തന്നെയാണ് MV ഗോവിന്ദനും സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ CPM-ന്റെ കമ്മിറ്റികളിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ MV ഗോവിന്ദനെതിരെയും ശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ അവരുടെ വിയോജിപ്പുകൾ അറിയിക്കുന്നു. പാർട്ടിയെ തിരികെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരടക്കം ഇവരെ രണ്ടുപേരെയും മാറ്റണം, നേതൃനിരയിലേക്ക് മറ്റാരെങ്കിലും വരട്ടെ, KK ശൈലജയെ പോലെയും ജയരാജനെ പോലെയുള്ളവരും വരട്ടെ എന്ന് പറയുമ്പോഴും ഞങ്ങൾ മാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ മതി എന്ന ഒരു നിലപാടിൽ എന്തുകൊണ്ട് ഇവർ ഉറച്ചു നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ അല്ലെങ്കിൽ CPM എന്ന പാർട്ടി പിണറായി വിജയനിൽ എപ്പോൾ കേന്ദ്രീകരിച്ചു അപ്പോൾ മുതൽ തുടങ്ങി ആ പാർട്ടിയുടെ തകർച്ച. ആ കേന്ദ്രീകരിച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ നിന്ന് മാറ്റി CPM എന്ന പാർട്ടി എപ്പോൾ പാർട്ടിയിൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ മാത്രമായിരിക്കും ആ പാർട്ടിക്ക് ഒരു മാറ്റം ഉണ്ടാവുക. അത് സാധാരണക്കാരായ അണികൾക്കടക്കം മനസ്സിലായിട്ടുണ്ട്. അവർ അതിനുവേണ്ടി സംസാരിക്കുമ്പോഴും ഈ നേതൃനിര എന്തുകൊണ്ടാണ് മാറ്റത്തിന് തയ്യാറാകാത്തതെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവാക്കുന്ന സമയത്ത് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ആക്കണ്ട എന്നും ആക്കണമെന്നും പറഞ്ഞവരുണ്ട്. ഇപ്പോ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ അധികാരത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വീണ്ടും വളരെ ശക്തമായി പറയുന്നുണ്ട് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കണ്ട എന്നും MLA സ്ഥാനം വരെ രാജിവെക്കണമെന്ന് അഭിപ്രായം. അതിപ്പം കോൺഗ്രസ്സുകാരോ BJP-കാരോ അല്ല പറയുന്നത്, CPM-ന്റെ അകത്തു നിന്നാണ് പറയുന്നത്. MLA ആയിരിക്കാൻ പോലും അദ്ദേഹം യോഗ്യനല്ല എന്ന് പറയുകയും 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പാർട്ടിയെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് MV ഗോവിന്ദനും പിണറായി വിജയനുമാണ് എന്ന് പാർട്ടി കമ്മിറ്റികൾ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളിലടക്കം നിരന്തരം ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഞങ്ങളൊന്ന് മാറി നിൽക്കാമെന്ന് ഇവർ രണ്ടുപേരും ചിന്തിക്കാത്തതെന്നൊരു ചോദ്യമുണ്ട്. പാർട്ടി ഇനി എനിക്ക് ശേഷം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ ഇനി പാർട്ടി വളരണ്ട എന്നാണോ? അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടിക്ക് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിണറായി വിജയനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നാൽ പാർട്ടിക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അതിന് ഏത് സമയത്താണ്? 5 വർഷവും പിണറായി വിജയൻ തന്നെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ തന്നെ പല ആളുകളും വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിയോജിപ്പുകൾ വലിയ പ്രശ്നങ്ങളിലേക്കും CPM-ന്റെ ആഭ്യന്തര കലഹത്തിലേക്കും ഒക്കെ എത്തില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പാർട്ടിയും നേതാക്കളും ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ എന്തുദ്ദേശിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന ചോദ്യം നിലനിൽക്കുക തന്നെയാണ്. ഈ പാർട്ടിയോട് അല്പമെങ്കിലും സ്നേഹം പിണറായി വിജയൻ MV ഗോവിന്ദനും ഉണ്ടെങ്കിൽ അവർ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ രണ്ടുപേരും സ്ഥാനങ്ങളിൽ നിന്ന് മാറുക തന്നെ വേണം. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയിട്ടും നേതൃത്വത്തെ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതൃത്വം തിരുത്തണം, നേതൃത്വം മാറണമെന്ന അണികൾ മുറവിളി കൂട്ടിയിട്ടും MV ഗോവിന്ദനും പിണറായി വിജയനും ആ പദവിയിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ഇത് ആജീവനാന്ത കാലം കോൺഗ്രസിന് ഭരിക്കാനുള്ള അവസരമൊന്നല്ല ജനങ്ങൾ നൽകിയത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബേസ് വോട്ട്, അവരുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. CPM-നെ പോലെ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ മറ്റാരുമില്ല. അതുകൊണ്ട് ആ സംഘടനാ സംവിധാനം, സംഘടനാ മെഷീനറി ഉപയോഗിച്ച് അവർക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്.
നേരത്തെ കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമായിരുന്നു. എന്നാൽ 2016-ലും 2021-ലുമാണ് തുടർച്ചയായി CPM-ന് അധികാരം ലഭിക്കുന്നത്. 2026-ൽ അധികാരം നഷ്ടപ്പെട്ട CPM അധികാരത്തിന്റെ ശീതളിമയിൽ സുഖലോലുപരായി ഇരുന്നതിന് ശേഷം വീണ്ടും പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ആലസ്യം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ നേതാക്കന്മാർക്കുണ്ട്. ഇപ്പോഴും പരാജയം അംഗീകരിക്കാൻ പല നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. പക്ഷേ SFIയും DYFIയും ഒക്കെ സമര സംഘടനയായി മാറുന്നത്, സമരസജ്ജരാവുന്നത് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. വർഗ ബഹുജന സംഘടനകളെ കൂടുതൽ സമരസജ്ജരാക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. UDF സർക്കാരിനെതിരെ കൃത്യമായി ഒരു ദയാദാക്ഷിണ്യവും കൊടുക്കണ്ട, കൃത്യമായി ഓരോ വിഷയത്തിലും നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പ്രസ്താവന കണ്ടു. കഴിഞ്ഞ അവസാന ബജറ്റിൽ പിണറായി സർക്കാർ പറഞ്ഞ ഡിഗ്രി വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം അത് നടപ്പിലാക്കാതിരിക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ സമരത്തിന്റെ വീര്യമറിയും, സമരത്തിന്റെ പുതിയ സമരമുഖം തുറക്കുമെന്നാണ് SFI പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ട്. ലൈഫ് പദ്ധതി ഉപേക്ഷിക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി CPM പ്രതിരോധിക്കുമെന്ന് സമരത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും. പക്ഷേ സമരമല്ല, പാർട്ടി നേതൃത്വത്തിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് സ്വാധീനമുള്ള, ആൾക്കാർക്കിടയിൽ മതിപ്പുള്ള MV ജയരാജനെ പോലെ, P ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ കടന്നു വരട്ടെ എന്നാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ കരുതുന്നത്. യാതൊരു ലാഭേച്ഛയുമില്ലാതെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇൻകുലാബിന്റെ വിപ്ലവധ്വനികൾ ഉറക്കെ ഉയർത്തുന്ന സാധാരണക്കാരായ പ്രവർത്തകന്മാർക്ക് പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പാർട്ടി തലയെടുപ്പോടെ കേരളത്തിൽ നിലനിൽക്കാനുമുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ വിപ്ലവ പോരാട്ടത്തിന്റെ സ്മരണകൾ ഇരമ്പുന്ന കേരളത്തിന്റെ മണ്ണിൽ പാർട്ടി നശിച്ചു പോകരുതെന്ന ആഗ്രഹം കൊണ്ടാണ് അവർ പാർട്ടിയിൽ നേതൃമാറ്റം വരണം, MV ഗോവിന്ദന് പകരം പുതിയൊരാളെ പദവിയിലേക്ക് വരട്ടെ, P ജയരാജനെയും KK ശൈലജയെയും MA ബേബിയെയും അതോടൊപ്പം തോമസ് ഐസക്കിനെയും പോലെയുള്ള നേതാക്കന്മാരെ പാർട്ടി നേതൃനിരയിൽ കൊണ്ടുവന്ന്, ബേബി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയാണ്, പക്ഷേ കൂടുതൽ കേരളത്തിലേക്ക് അവർ തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിച്ച് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അണികൾ ആവശ്യപ്പെടുന്നത്. അണികളുടെ ആവശ്യം പരിഗണിക്കാൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അടക്കം പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനം നേരിടുകയാണ്. ഏരിയ കമ്മിറ്റിയിലെയും ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം ഉൾക്കൊള്ളാൻ പാർട്ടി നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അല്ല, ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പാർട്ടിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ MV ഗോവിന്ദനും പിണറായി വിജയനും മാറണമെന്ന് നിരന്തരം കമ്മിറ്റികളിലെല്ലാം ആവശ്യങ്ങൾ ഉയരുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ തകർച്ച തന്നെയായിരിക്കും. എന്തായാലും ഇത് പാർട്ടി അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരും. ആദ്യ ആരോപണം എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് ആക്കണ്ട പിണറായി വിജയനെ എന്നതായിരുന്നുവെങ്കിൽ ഇന്ന് കമ്മിറ്റികളിൽ പറയുന്നത് പിണറായി വിജയൻ MLA ആയിരിക്കാൻ യോഗ്യനല്ല, MLA സ്ഥാനം വരെ ഒഴിയണമെന്ന് പറയുമ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറേണ്ടി വരും, MV ഗോവിന്ദനും മാറേണ്ടി വരും. അത്തരമൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ എത്ര സമരം കാഴ്ചവെച്ചാലും 10 വർഷം കൊണ്ട് LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഒരുപാടാകുന്നു. എത്ര സമരമുറകൾ കാണിച്ചാലും പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ CPM-ന്റെ അകത്തൊരു ആഭ്യന്തര കലഹം ഉണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടി 5 വർഷം കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. തീർച്ചയായും ജന്മി കുടിയാൻ വിഷയങ്ങളിലടക്കം ഉജ്ജ്വലമായ പോരാട്ടം നടത്തി കേരളത്തിന്റെ തൊഴിലാളി ചൂഷണത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തി വർഗ ബഹുജന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ചെങ്കൊടി പ്രസ്ഥാനം അതിന്റെ ക്രിയാത്മക പ്രതിപക്ഷമായി കേരളത്തിൽ അണിനിരക്കട്ടെ. അതോടൊപ്പം തന്നെ CPM തകർന്നാൽ ഇവിടെ വളരാൻ പോകുന്നത് ഒരിക്കലും കോൺഗ്രസ് അല്ല. ജാതിമത വർഗീയ ശക്തികൾ നാടിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ CPM എന്ന രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ തെറ്റിതിരുത്തി അവർ മുഖ്യധാരയിലേക്ക് അണികളെ വിശ്വാസത്തിലെടുത്ത് അണികൾ പറയുന്നത് കേട്ട് അണികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.